കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത് സർക്കാരിനെ ആശ്രയിച്ചാണെന്ന ധവളപത്രത്തിലെ അവകാശവാദം വസ്തുതാവിരുദ്ധം. 2022 മുതൽ KMRL ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് അടക്കമുള്ള കണക്കുകളാണ് കൊച്ചി മെട്രോ നഷ്ടത്തിലാണെന്ന് വരുത്താൻ ധവളപത്രത്തിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. കൊച്ചി മെട്രോ സർക്കാരിന് വലിയ സാമ്പത്തിക ഭാരമാണെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ധവളപത്രത്തിലെ പരാമർശം. എന്നാൽ കൊച്ചി മെട്രോ പ്രവർത്തന ലാഭത്തിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 മുതൽ പ്രവർത്തന ലാഭമെന്ന് KMRL പുറത്തുവിട്ട കണക്കുകളിലുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയുടെ പ്രവർത്തന ലാഭം 5.35 കോടി രൂപയായിരുന്നു. തൊട്ടടുത്ത വർഷം 2023-2024 ഇത് 22.94 കോടി രൂപയായി ഉയർന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ലാഭം 33.34 കോടി രൂപയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇത് 50 കോടി രൂപയായി ഉയരുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെയാണ് ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന കൊച്ചി മെട്രോയെ സാമ്പത്തിക ബാധ്യതയെന്ന് മുഖ്യമന്ത്രി പഴിക്കുന്നത്. പെരുപ്പിച്ച് കാണിക്കുന്നതിന് ധവളപത്രം ആശ്രയിക്കുന്നത് നിർമ്മാണ ചെലവടക്കമുള്ള കണക്കുകളെയും. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് വേണ്ടി ചെലവ് 6218.14 കോടി രൂപയായിരുന്നു. ഇതിൽ 3000 കോടി രൂപയായിരുന്നു വായ്പ. ഈ വായ്പ ഇനത്തിൽ സംസ്ഥാന സർക്കാർ ഇനി തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ളത് 2000 കോടി രൂപയോളമാണ്. വായ്പ തിരിച്ചടവ്, പലിശ, തേയ്മാന ചെലവ് എന്നിവ ഉൾപ്പെടെയാണ് 35 കോടി രൂപയുടെ പ്രതിമാസ ബാധ്യത വരുന്നത്. കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റിയ അഭിമാന പദ്ധതി പോലും ധവളപത്രത്തിൽ നഷ്ടക്കണക്കിൽ ഉൾപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന് വ്യക്തം. കൈരളി ന്യൂസ്, കൊച്ചി.